ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ കുക്ക് ചെയ്യുന്ന ആളെ ഞാനില്ല, മമ്മിയാണ് കേട്ടോ. മമ്മി എൻ്റെ മുഖം കാണിക്കണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ. കറിയല്ല, ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മളിന്ന് കടച്ചക്ക വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചീഞ്ചട്ടി നമ്മൾ അടുപ്പം വെച്ചു. അപ്പോൾ അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, സബോള, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റും നന്നായിട്ട്. അങ്ങനെ വഴറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് അത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അതിങ്ങനെ മൂത്ത് വരുമ്പോൾ ഒന്നോലെ നമുക്ക് നമ്മുടെ ചതച്ച മുളകില്ലേ, കുത്തുമുളക് എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുക, അത് ഇടാം. അതല്ലെങ്കിൽ നമ്മുടെ ചുമന്ന മുളകില്ലേ, സാധാ മുളക് പൊടി, അത് ഇടുക. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കുക്കറിൽ വേവിച്ചിട്ടുള്ളത്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുളക് പൊടിയൊക്കെ ചീഞ്ചട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മുടെ കടച്ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ഇടുക മാത്രമേ വേണ്ടൂ ഇനി. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുക്കറിൽ നിന്ന് ഞങ്ങൾ കടച്ചക്ക വേവിച്ചത് ഇനി ചീഞ്ചട്ടിയിലോട്ട് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മുളക് പൊടിയൊക്കെ എല്ലായിടത്തേക്കും എത്തണ പോലെ നമ്മളതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ മൂടി വെച്ചൊന്ന് മൂടണതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ 2 തണ്ട് കറിവേപ്പില ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണം കൂടി വരും തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ അത്. ഞങ്ങളുടെ അവിടെയൊക്കെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളോട്ടോ നമ്മുടെ വീഡിയോ. ഭയങ്കര സിമ്പിളാണ്, കണ്ടില്ല, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ഉപ്പേരി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ഞങ്ങൾ ചോറിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റ ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.